യാ അയ്യുഹല്ലദീന ആമനു ഉദ്ഖുലു ഫിസ്സിൽമി കാഫ. ഓ സത്യവിശ്വാസികളെ, നിങ്ങൾ ഇസ്ലാമിൽ അഥവാ അനുസരണത്തിൽ പൂർണ്ണമായും പ്രവേശിക്കുക. വിശുദ്ധ ഖുർആൻ എന്തുകൊണ്ടാണ് വിശ്വാസികളോട് തന്നെ അനുസരണത്തിൽ പൂർണ്ണമായും പ്രവേശിക്കണം എന്ന് പറയുന്നത്? മറ്റൊരായത്ത് നമുക്ക് ഖുർആനിൽ ഇങ്ങനെ കാണാം, അഫ തുഅ്മിനൂന ബി ബഅ്ദിൽ കിതാബ്. നിങ്ങൾ വേദഗ്രന്ഥത്തിലെ ചില ഭാഗങ്ങൾ വിശ്വസിക്കുകയും വതക്ഫുറൂന ബി ബഅ്ദ്, മറ്റു ചിലത് തള്ളിക്കളയുകയുമാണോ? ഈ രണ്ട് ആയത്തുകളിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത് അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും സമ്പൂർണമായും അനുസരിക്കുമ്പോഴാണ് ഒരു വ്യക്തി പൂർണ്ണമായും മുസ്ലിമാകുന്നത് എന്നാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക, വിശുദ്ധ ഖുർആനിൻ്റെ കൽപ്പനകൾ, ആ കൽപ്പനകളിൽ പ്രഥമമായ കൽപ്പന, അതായത് വിശുദ്ധ ഖുർആനിൻ്റെ ആദ്യത്തെ കൽപ്പന എന്തായിരുന്നു? നമുക്കറിയാം, വിശുദ്ധ ഖുർആൻ അവതരിക്കുമ്പോൾ ആദ്യത്തെ 5 ആയത്തുകളിൽ പ്രഥമമായും പറഞ്ഞത് ഇഖ്റ, വായിക്കൂ എന്നാണ്. അതായത് മനുഷ്യനോട് പ്രഥമമായും അള്ളാഹു കൽപ്പിച്ചത് വായിക്കൂ എന്നാണ്. ആദ്യത്തെ 5 ആയത്തുകളിൽ 2 സ്ഥലങ്ങളിൽ വായിക്കൂ എന്ന് പറഞ്ഞപ്പോൾ വേറെ 2 സ്ഥലങ്ങളിൽ എന്താണ്? പഠനത്തെക്കുറിച്ചാണ് പറഞ്ഞത്. അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. പേന കൊണ്ട് പഠിപ്പിച്ചു, മനുഷ്യൻ അറിഞ്ഞുകൂടാത്തത് പഠിപ്പിച്ചു. ആദം നബി അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ചുടനെ അള്ളാഹു ചെയ്തത് വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹ, സമസ്ത വസ്തുക്കളുടെയും പേര് പഠിപ്പിക്കുകയാണ് ചെയ്തത്. അപ്പം പഠനത്തിനും വായനയ്ക്കും വിശുദ്ധ ഖുർആൻ നൽകുന്ന പ്രാധാന്യത്തെയും നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതായത് വായിക്കാനും പഠിക്കാനുമാണ് വിശുദ്ധ ഖുർആനിൻ്റെ പ്രഥമമായ കൽപ്പന. മറ്റൊരു കൽപ്പന എന്താണ്? ചിന്തിക്കാൻ വേണ്ടിയുള്ളതാണ്. അതായത് വിശുദ്ധ ഖുർആൻ മനുഷ്യനോട് കൽപ്പിക്കുന്നതിലെ പ്രധാനമായ മറ്റൊരു കൽപ്പന ചിന്തിക്കാനാണ്. കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറക, അതായത് നിനക്ക് നാം അവതരിപ്പിച്ച അനുഗ്രഹീത ഗ്രന്ഥമാണിത്. ലിയദ്ദബ്ബറു ആയാതിഹി, അതിലെ വചനങ്ങളെക്കുറിച്ച് യദ്ദബ്ബർ, ചിന്തിക്കാനാണ് ഖുർആൻ നമ്മളോട് പറയുന്നത്. അങ്ങനെ ചിന്തിച്ച് വലിയ തദക്കർ, ആര്? പാഠം ഉൾക്കൊള്ളണം. അങ്ങനെ ചിന്തിച്ച് പാഠം ഉൾക്കൊള്ളുന്നവരാണ് ഉലുൽ അൽബാബ്, അതായത് ബുദ്ധിമാന്മാർ എന്ന് പറയുന്നത്. ഇത് ചിന്തിക്കാൻ നമ്മളോട് പറയുന്നത് ഖുർആനിലുടനീളം നമുക്ക് കാണാം. പല പദപ്രയോഗങ്ങളിലൂടെയും വിശുദ്ധ ഖുർആൻ മനുഷ്യനോട് ചിന്തിക്കുവാൻ കൽപ്പിക്കുകയും പല കാര്യങ്ങളും ചൂണ്ടിക്കാണിച്ചിട്ട് ചിന്തിക്കാൻ പറയുകയും ചെയ്തു. ലഅല്ലക്കും തഅഖിലൂൻ, നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടി. അഫലാ തഅഖിലൂൻ, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? ലാ യഅഖിലൂൻ, ചിന്തിക്കാത്ത ജനത. ലിഖൗമി യതഫക്കറൂൻ, ചിന്തിക്കുന്ന ജനത. ഇന്നമാ യതദക്കറു ഉലുൽ അൽബാബ്, ബുദ്ധിമാൻ മാത്രമേ ചിന്തിച്ച് മനസ്സിലാക്കുകയുള്ളൂ. അഫലാ യതദബ്ബറൂനൽ ഖുർആൻ, ഈ ഖുർആനെ കുറിച്ച് അവർ ചിന്തിക്കുന്നില്ലേ? ഇങ്ങനെ ചിന്തിക്കുന്നതിൻ്റെ ആവശ്യകതയും ചിന്തിക്കാനുള്ള കൽപ്പനകളും ഖുർആനിലുടനീളം നമുക്ക് കാണാൻ കഴിയും എന്നുള്ളതാണ്. നോക്കൂ, ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യേണ്ടത് എന്തിനെ കുറിച്ചാണ് എന്നും ഖുർആൻ പറയും. ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യേണ്ടത് എന്തിനെ കുറിച്ചാണ് എന്നും ഖുർആൻ പറയും. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ് വഖ്തിലാഫിൽ ലൈലി വന്നഹാരി ലആയാതിൻ ലിഉലിൽ അൽബാബ്, ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിലും ദിനരാത്രങ്ങൾ മാറി മാറി വരുന്നതിലും ബുദ്ധിമാന്മാർക്ക് ധാരാളം തെളിവുകളുണ്ട്. അല്ലദീന യദ്കുറൂനല്ലാഹ്, അവർ അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണയിലാണ്. എപ്പോഴൊക്കെ? ഖിയാമം വ ഖുഊദം വ അലാ ജുനൂബിഹിം, അവരുടെ നൃത്തത്തിലും ഇരുത്തത്തിലും കിടത്തത്തിലുമൊക്കെ അവർ അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണയിലാണ്. വയതഫക്കറൂൻ, അവർ ചിന്തിച്ചും കൊണ്ടിരിക്കുന്നു. ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് അവർ ചിന്തിക്കുന്നു. അങ്ങനെ ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് അവർ ചിന്തിക്കുമ്പോഴാണ് അല്ലദീന യദ്കുറൂനല്ലാഹ് എന്ന അവസ്ഥയിലേക്ക് അവരെത്തുന്നത്. അതായത് അള്ളാഹുവിൻ്റെ സ്മരണയിലേക്ക് അവരെത്തുന്നത്. വിശുദ്ധ ഖുർആൻ മറ്റൊരിടത്ത് ചോദിക്കുകയാണ്, അഫലാ യൻദുറൂൻ, നിങ്ങൾ നോക്കിക്കാണുന്നില്ലേ? എന്ത്? ഇലൽ ഇബിലി കൈഫ ഖുലിഖത്, ഒട്ടകങ്ങളെ എങ്ങനെയാണ് സൃഷ്ടിച്ചത്, മരുഭൂമിക്ക് ഇണങ്ങുന്ന വിധം. വ ഇലസ് സമാഇ കൈഫ റുഫിഅത്, എങ്ങനെയാണ് ആകാശത്തെ നാം സംവിധാനിച്ചത്. വ ഇലൽ ജിബാലി കൈഫ നുസിബത്, എങ്ങനെയാണ് പർവ്വതങ്ങളെ നാം നാട്ടിയത്. വ ഇലൽ അർളി കൈഫ സുതിഹത്, എങ്ങനെയാണ് ഭൂമിയുടെ ഉപരിതലം മനുഷ്യന് വാസയോഗ്യമാക്കി തന്നത് എന്നൊക്കെ നിങ്ങൾ കാണുന്നില്ലേ. ഫദക്കിർ ഇന്നമാ അന്ത മുദക്കിർ, ഓ പ്രവാചക, താങ്കൾ അവരെ ഉപദേശിക്കുക, അല്ലെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് വേണം അവരെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തേണ്ടത് എന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മളോട് കൽപ്പിക്കുന്നത്.
ഇങ്ങനെ ഖുർആൻ പറഞ്ഞ മാതിരി ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യുന്നവർക്ക് മാത്രമാണ് അള്ളാഹുവിൻ്റെ ഏകത്വത്തെ സാക്ഷ്യപ്പെടുത്താൻ കഴിയുന്നത്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ആലി ഇമ്രാനിൽ പറയുകയാണ്, ഷഹിദല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാഹുവ വൽ മലായികത്തു വ ഉലുൽ ഇൽം. അതായത് അള്ളാഹുവിൻ്റെ ഏകത്വത്തിൽ സാക്ഷ്യം വഹിച്ചത് മലക്കുകളും വ ഉലുൽ ഇൽമ് ജ്ഞാനികളായ മനുഷ്യരും മാത്രമാണ് എന്നാണ്. അതുകൊണ്ടാണ് ഖുർആൻ മറ്റൊരിടത്ത് ഇങ്ങനെ പറഞ്ഞത്, ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിൽ ഉലമാ, നിശ്ചയമായും അള്ളാഹുവിൻ്റെ ദാസന്മാരിൽ ജ്ഞാനികൾ മാത്രമേ അവന് ഭയപ്പെടുകയുള്ളൂ.